നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 7 വെള്ളിയാഴ്ചയാണ്. ഇന്ത്യൻ എക്കോണമിയെ സംബന്ധിച്ചും ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചും അങ്ങേയറ്റം പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. RBIയുടെ MPC മീറ്റിംഗിന്റെ തീരുമാനങ്ങൾ വരുന്നത് രാവിലെ 10 മണിയോടുകൂടിയാണ്. ഇന്ന് നമ്മൾ ഓരോ ഇൻവെസ്റ്റേഴ്സും ആകാംക്ഷയോടെ ഉറ്റുനോക്കുക RBIയുടെ തീരുമാനം തന്നെയായിരിക്കും. നിരക്ക് കുറയ്ക്കുമോ എന്നത് തന്നെയാണ് ഏറ്റവും വലിയ ചോദ്യം. RBI ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ പ്രഖ്യാപനത്തിനുള്ള കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞു. RBIയുടെ തീരുമാനങ്ങൾക്ക് പുറമെ നാളെയാണ് ഡൽഹി ഇലക്ഷൻ റിസൾട്ട് പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് നല്ല വോളറ്റാലിറ്റിക്കുള്ള സാധ്യതകളാണ് നമുക്ക് മാർക്കറ്റിൽ കാണാനും കഴിയുന്നത്. എല്ലാവരും ശ്രദ്ധാപൂർവ്വം മാത്രം ഇന്നത്തെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ഇന്ന് പുലർച്ചെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകളിലേക്ക് വന്നാൽ S&P 500 നാസ്ഡാക്കും ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. ഡൗ ജോൺസ് മാത്രമാണ് ഇന്നലെ ഇടിഞ്ഞത്. മാർക്കറ്റ് അവറിന് ശേഷം ആമസോണിന്റെ റിസൾട്ട് പുറത്തു വന്നു. സ്റ്റോക്ക് 4% ഇടിഞ്ഞു. റവന്യൂയിലും ഒരു ഇടിവ് കണ്ടു. ഇന്ന് അവിടെ US ഇൻവെസ്റ്റേഴ്സ് കാത്തിരിക്കുന്നത് ജനുവരി മാസത്തെ ജോബ്സ് റിപ്പോർട്ട് പുറത്തു വരുന്നതിലേക്കാണ്. കൂടാതെ ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റുകളും ഫോക്കസിലായിരുന്നു. റെക്കോർഡ് ഹൈയിലാണ് യൂറോപ്യൻ മാർക്കറ്റുകളുള്ളത്. ഇന്നലെ ഉയരാനുണ്ടായ കാരണം ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ നിന്നും ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ പുറത്തു വന്നു. 4.5% ഇൻട്രസ്റ്റ് റേറ്റ്, അതായത് 25 ബേസിസ് പോയിന്റ്സ് കട്ടാണ് ഇൻട്രസ്റ്റ് റേറ്റിൽ വരുത്തിയത്. ഇന്നലെ സ്പോട്ട് ഗോൾഡ് 0.4% ഒരു ചെറിയ ഇടിവ് രേഖപ്പെടുത്തി. എന്നിരുന്നാലും കേരളത്തിലെ ഗോൾഡ് പ്രൈസ് ഇന്നലെയും റെക്കോർഡ് ഹൈയിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. 63,440 രൂപയിലാണുള്ളത്. ഇതിനു പുറമെ ഇന്നലെ ബിറ്റ് കോയിനും ക്രൂഡ് ഓയിലും ഇടിയുകയുണ്ടായി. ഏതായാലും ഒത്തിരിയേറെ പ്രധാനപ്പെട്ട ദിവസമായതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വീഡിയോ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക. ഇത്തരത്തിലുള്ള എല്ലാ നിർണായക ദിവസങ്ങളിലും നിങ്ങൾക്ക് ഞങ്ങളുടെ സഹായം ആവശ്യമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഞങ്ങളുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. തൊട്ട് മുകളിൽ നമ്മുടെ ഇവിടെ ഒരു വാട്സ്ആപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. കൂടാതെ വീണ്ടും 50% ഡിസ്കൗണ്ടോട് കൂടി ജോയിൻ ചെയ്യാനുള്ള ഒരു അവസരം കൂടി ഇപ്പോഴുണ്ട്. അതുകൊണ്ട് പരമാവധി പെട്ടെന്ന് തന്നെ എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇന്നത്തെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 200 ലൈക്കുകൾ തന്നെയാണ്. കൂടാതെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ദയവുചെയ്ത് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലേക്കാണ്. ഇന്ന് പ്രൈം ഫോക്കസിലുള്ളത് RBIയുടെ മോണിറ്ററി പോളിസി തന്നെയാണ്. ഇതുപോലെ തന്നെ ഇന്നലെ മാർക്കറ്റ് അവറിന് ശേഷം 2 പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ടുകൾ പുറത്തു വന്നിരുന്നു. ആദ്യം നമുക്ക് SBIയുടെ റിസൾട്ടുകളിലേക്ക് വരാം. ബ്ലൂംബർഗിന്റെ എസ്റ്റിമേറ്റുകളെ ബീറ്റ് ചെയ്യുന്ന ഒരു റിസൾട്ട് തന്നെയായിരുന്നു പുറത്തു വന്നത്. നെറ്റ് പ്രോഫിറ്റ് ആയി രേഖപ്പെടുത്തിയത് 16,891 കോടി രൂപയായിരുന്നു. അതായത് ഇയർ ഓൺ ഇയറിൽ 84% വർധനവാണ് നെറ്റ് പ്രോഫിറ്റിൽ മാത്രം വന്നിരിക്കുന്നത്. അതായത് മികച്ച ഒരു റിസൾട്ട് തന്നെയാണ് നെറ്റ് പ്രോഫിറ്റിൽ കമ്പനി രേഖപ്പെടുത്തിയത്. ഇതുകൂടാതെ ബ്ലൂംബർഗിന്റെ എസ്റ്റിമേറ്റ് ആയി പുറത്തു വന്നത് 16,504 കോടി രൂപയായിരുന്നു. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ വേതനവും സേവന വ്യവസ്ഥകൾക്കുമായി SBI ഒറ്റത്തവണ ചെലവ് 7,100 കോടി രൂപയുണ്ടായിരുന്നു. ഇത് ആ പാദത്തിലെ അറ്റാദായം കുറച്ചു. ഇപ്പോഴത്തെ ഈ പുതിയ ക്വാർട്ടറിൽ ഈ അധിക ചെലവ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ലാഭം ഇയർ ഓൺ ഇയറിൽ 84% ഉയർന്നതായി കാണുന്നു. ഇതാണ് നെറ്റ് പ്രോഫിറ്റിൽ ഉണ്ടായ വലിയ വർധനവിന് കാരണമായത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 4% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയത്. ഗ്രോസ് NPAയിൽ 2.07% ഇടിവാണ് ഇയർ ഓൺ ഇയറിൽ വന്നത്. നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനായി പുറത്തു വന്നത് 3.15%. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ അത് 3.34% ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പയർ ചെയ്യുമ്പോൾ നെറ്റ് പ്രോഫിറ്റിൽ വർധന വന്നതായിട്ടാണ് കാണുന്നത്. അടുത്തതായി ITCയുടെ റിസൾട്ടാണ്. നെറ്റ് പ്രോഫിറ്റായി രേഖപ്പെടുത്തിയത് 4,934.8 കോടി രൂപയാണ്. അതായത് ഇയർ ഓൺ ഇയറിൽ 7.5% ഇടിവാണ് നെറ്റ് പ്രോഫിറ്റിൽ രേഖപ്പെടുത്തിയത്. ബ്ലൂംബർഗിന്റെ എസ്റ്റിമേറ്റ് ഉണ്ടായിരുന്നത് 5,299 കോടി രൂപയായിരുന്നു. അതായത് നെറ്റ് പ്രോഫിറ്റ് ബ്ലൂംബർഗ് എസ്റ്റിമേറ്റുകളെ മിസ് ചെയ്യുന്നത് തന്നെയായിരുന്നു. പ്രോഫിറ്റ് മാത്രമാണ് മിസ് ചെയ്തത്. എന്നാൽ റവന്യൂയിൽ നല്ല വർധനവുണ്ടായിരിക്കുന്നു. 20,350 കോടി രൂപയായിട്ടാണ് റവന്യൂ രേഖപ്പെടുത്തിയത്. 9.1% വർധനമാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയത്. അതായത് ബ്ലൂംബർഗ് എസ്റ്റിമേറ്റുകളെ ബീറ്റ് ചെയ്യുന്ന ഒരു റവന്യൂ ഗ്രോത്ത് തന്നെയായിരുന്നു കണ്ടത്. എബിറ്റയിൽ 2.4% വർധനവും ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തി. സിഗരറ്റിന്റെ റവന്യൂയിൽ 8% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയത്. അഗ്രികൾച്ചർ ബിസിനസ്സിൽ 9.7% വർധനവും ഹോട്ടൽ ബിസിനസ് ക്വാർട്ടർ ടു ക്വാർട്ടറിൽ നല്ല പെർഫോമൻസും കാഴ്ചവെച്ചു. 14.6% വർധനവാണ് രേഖപ്പെടുത്തിയത്. FMCG ബിസിനസ്സിലും പേപ്പർ ബിസിനസ്സിലും ഒരു ഇടിവാണ് കണ്ടത്. പണപ്പെരുപ്പമാണ് FMCGയും പേപ്പർ ബിസിനസ്സിനെയും ബാധിച്ചത്. ഇതുകൂടാതെ ഒരു ഏറ്റെടുക്കൽ കൂടി ഇന്നലെ കമ്പനി അറിയിക്കുകയുണ്ടായി. പ്രസുമ എന്ന ഫ്രോസൺ ഫുഡ് ബ്രാൻഡ് 131 കോടി രൂപയ്ക്ക് മാർച്ച് 2025 കമ്പനി ഏറ്റെടുക്കും. അടുത്തതായി മറ്റ് കമ്പനികളുടെ റിസൾട്ടുകളിലേക്കാണ്. ആദ്യം ഹീറോ മോട്ടോകോപ്പ്. നെറ്റ് പ്രോഫിറ്റിൽ 12.1% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ കമ്പനി രേഖപ്പെടുത്തിയത്. റവന്യൂവിൽ 5% വർധനവും കമ്പനി രേഖപ്പെടുത്തി. അടുത്തത് ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ ഇയർ ഓൺ ഇയറിൽ 4.5% വർധനവ് കമ്പനി രേഖപ്പെടുത്തി.
582.3 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 557 കോടി രൂപയായിരുന്നു കമ്പനിയുടെ പ്രോഫിറ്റ് ആയിട്ടുണ്ടായിരുന്നത്. റവന്യൂവിൽ 4.9% വർധനവ് രേഖപ്പെടുത്തി 4592.6 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്ത് ഭാരതി എയർടെൽ എന്ന കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റിൽ ഒരു മാസീവ് വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. 505% വർധനമാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയത്. കമ്പനിയുടെ റവന്യൂവിൽ 19% വർധനവും ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തി 45,129 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. ടോട്ടൽ എക്സ്പെൻസ് ആയി വന്നിരിക്കുന്നത് 20,533 കോടി രൂപയാണ്. അടുത്തത് ഭാരതി ഹെക്സാകോം ആണ്. കമ്പനി ഇയർ ഓൺ ഇയറിൽ 24% വർധനവ് രേഖപ്പെടുത്തി 261 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 25% വർധനവ് രേഖപ്പെടുത്തി 2,251 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തത് BSEയുടെ റിസൾട്ടാണ്. നെറ്റ് പ്രോഫിറ്റിൽ ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പയർ ചെയ്യുമ്പോൾ 37% ഇടിവാണ് കമ്പനി രേഖപ്പെടുത്തിയത്. 219.67 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ ക്വാർട്ടർ ടു ക്വാർട്ടർ ബേസിസിൽ 4% വർധനവും രേഖപ്പെടുത്തി. ടോട്ടൽ എക്സ്പെൻസ് ആയി വന്നിരിക്കുന്നത് 368.13 കോടി രൂപയാണ്. അടുത്തത് ആധാർ ഹൗസിംഗ് ഫിനാൻസ്. നെറ്റ് പ്രോഫിറ്റിൽ 17% വർധനവ് ഇയർ ഓൺ ഇയറിൽ കമ്പനി രേഖപ്പെടുത്തി. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 6% വർധനവ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തി 797.61 കോടി രൂപയിലാണുള്ളത്. ടോട്ടൽ എക്സ്പെൻസ് ആയി വന്നിരിക്കുന്നത് 489.96 കോടി രൂപയുമാണ്. അടുത്തത് രാംകോ സിമന്റ്സ് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 116% വർധനവ് ഇയർ ഓൺ ഇയറിൽ കമ്പനി രേഖപ്പെടുത്തി. റവന്യൂവിൽ 6% ഇടിവുമാണ് വന്നിരിക്കുന്നത്. ഇനി മറ്റ് സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ്. ആദ്യം സോളാർ ഇൻഡസ്ട്രീസ്. പിനാക മൾട്ടിപ്പിൾ ലോഞ്ചർ റോക്കറ്റ് സിസ്റ്റത്തിനായുള്ള റോക്കറ്റുകൾ വാങ്ങുന്നതിനുള്ള ഒരു കരാറ് പ്രതിരോധ മന്ത്രാലയവുമായി കമ്പനി ഒപ്പിട്ടു. 6,084 കോടി രൂപയുടെ വലിയ ഒരു ഓർഡറാണ് കമ്പനിക്ക് ഇതിനോടകം ലഭിച്ചത്. മറ്റൊരു കമ്പനി സൊമാറ്റോയാണ്. കമ്പനിയുടെ പേര് സൊമാറ്റോയിൽ നിന്ന് എറ്റേണൽ എന്നാക്കി മാറ്റുന്നതിന് ബോർഡ് അംഗീകാരം നൽകി. അടുത്തതായി ബ്രൈറ്റ്കോം ഗ്രൂപ്പിന് സെബിയിൽ നിന്ന് 34 കോടി രൂപയുടെ ഒരു പിഴ ലഭിച്ചിരിക്കുന്നു. ഇനി ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികളുടെ പേര് മാത്രം ഒന്ന് പറഞ്ഞു പോകാം. വോക്കാഡറ്റ്, സാഗിൾ പ്രീപെയ്ഡ് ഓഷ്യൻ, VST ഇൻഡസ്ട്രീസ്, ഓയിൽ ഇന്ത്യ, LIC, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ്, ലിൻഡെ ഇന്ത്യ, എക്സൽ ഇൻഡസ്ട്രീസ്, ആൽക്കെയിം ലബോറട്ടറീസ് തുടങ്ങിയവയാണ്. ഇവിടെ നമുക്ക് കംപ്ലീറ്റ് ലിസ്റ്റ് കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ദയവ് ചെയ്ത് ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. എല്ലാ കമ്പനികളുടെ ഡീറ്റെയിൽസും റിസൾട്ട് വരുന്ന കമ്പനികളും ഡിവിഡൻഡ് വരുന്ന കമ്പനികളുടെ പേരെല്ലാം അവിടെ കൊടുക്കുന്നതാണ്. ഇനി ഓപ്ഷൻ ബേസിക് കോഴ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളിലേക്ക് വരാം. ഓപ്ഷൻസിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. എന്നാൽ ഒരുപാട് സമയം അതിനായി കളയാനും നമുക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ പുതുതായി അവതരിപ്പിക്കുന്നതാണ് വെറും 4 ക്ലാസ്സുകൾ കൊണ്ട് നിങ്ങൾക്ക് ഓപ്ഷൻസിന്റെ ബേസിക്സ് മുതലുള്ള കാര്യങ്ങളിൽ നല്ല ഒരു ഐഡിയ ഉണ്ടാക്കാൻ കഴിയും. ഒരുപാട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി നിങ്ങൾക്ക് നല്ലൊരു ട്രേഡർ ആവാൻ കഴിയുന്ന ഒരു അവസരമാണ്. അതുകൊണ്ട് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മളിവിടെ നൽകിയിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ലൈവിൽ തന്നെ നിങ്ങൾക്ക് ഇന്ററാക്ട് ചെയ്ത് നിങ്ങളുടെ സംശയങ്ങളെല്ലാം ദൂരീകരിച്ച് മുന്നോട്ട് പോകാവുന്നതുമാണ്. അടുത്തതായി FIDA ആക്ടിവിറ്റിയിലേക്കാണ്. FIS ഇന്നലെ വലിയ സെല്ലിങ്ങിലേക്കാണ് പോയത്. 3,550 കോടി രൂപയ്ക്ക് സെല്ല് ചെയ്തു. DIS ആവട്ടെ 2,721 കോടി രൂപയ്ക്കാണ് ബൈ ചെയ്തത്. കഴിഞ്ഞ കുറച്ച് ദിവസത്തേതുമായി കമ്പയർ ചെയ്യുമ്പോൾ FISന്റെ സെല്ലിങ്ങിൽ നല്ല വർധന ഉണ്ടായി എന്നാണ് കാണുന്നത്. ഇനി ഏഷ്യൻ മാർക്കറ്റുകളിലേക്കാണ്. ഏഷ്യൻ മാർക്കറ്റുകളിൽ ഇന്ന് ഫോക്കസിലുള്ളത് ഇന്ത്യൻ മാർക്കറ്റ് തന്നെയാണ്. RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് തന്നെയാണ് ഇന്ന് രാവിലെ 10 മണിക്ക് നടക്കാനിരിക്കുന്നത്. ഇന്ന് ജപ്പാനിൽ നിന്നും പുലർച്ചെ പുറത്തു വന്ന ഹൗസ് ഹോൾഡ് സ്പെൻഡിംഗ് ഡാറ്റ എക്സ്പെക്ടേഷനെ ബീറ്റ് ചെയ്യുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ ജപ്പാനീസ് മാർക്കറ്റ് ഇന്ന് ഇടിഞ്ഞാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.28% ഇടിവിലാണ്. സിംഗപ്പൂർ മാർക്കറ്റ് 0.21% ഇടിവിലും, ഹോങ്കോങ് മാർക്കറ്റ് 0.16% ഇടിവിലും, കോസ്പി മാർക്കറ്റ് 0.15% ഇടിവിലും, തായ്വാൻ മാർക്കറ്റ് 0.10% നേട്ടത്തിലും ട്രേഡ്. ഇനി നമ്മുടെ മാർക്കറ്റിലേക്ക് വന്നാൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 23,702 എന്ന നിലയിലാണ്. അതായത് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ നിഫ്റ്റിയിൽ ഓപ്പൺ ചെയ്യാൻ സാധ്യതയുള്ളത് 10 മുതൽ 15 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ്. ഓയിൽ പ്രൈസുകളിലേക്ക്. ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് പൈലുകളിൽ വീണ്ടും വലിയ വർധനവുണ്ടാകും എന്ന സൂചനകൾ വന്നതോടെ ഇന്നലെ വീണ്ടും ക്രൂഡ് ഓയിൽ ഇടിഞ്ഞു. 0.4% ഇടിഞ്ഞത്. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $74.39 പെർ ബാരൽ എന്ന നിലയിൽ 0.19% നേട്ടത്തിലാണ്. WTI ഉള്ളത് $70.66 പെർ ബാരൽ എന്ന നിലയിൽ 0.07% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ്. നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത് 23,603-ൽ 93 പോയിന്റ്സ് ഇടിഞ്ഞാണ്. നിഫ്റ്റിയിൽ ഇന്നലെ ഒരു സൈഡ് വൈസ് മാർക്കറ്റ് ആയിരുന്നു നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഒരു നെഗറ്റീവ് ബയാസിലായിരുന്നു ഇന്നലെ നിഫ്റ്റി ഉണ്ടായിരുന്നത്.
അപ്സൈഡിലെ റെസിസ്റ്റന്റ് ട്രെൻഡ് ലൈൻ പ്രധാനപ്പെട്ടതാണ്. ഇന്നലെയും ആ ഒരു ലെവലിൽ ടച്ച് ചെയ്തതിന് ശേഷമാണ് നിഫ്റ്റി തിരിച്ചിറങ്ങിയത്. കൂടാതെ 50-day EMA ടച്ച് ചെയ്തതിന് ശേഷം അത് സസ്റ്റെയിൻ ചെയ്യാതെ നിഫ്റ്റി തിരിച്ചിറങ്ങുകയുണ്ടായി. 23,660 ലെവലിലാണ് 50-day EMA ഉള്ളത്. ഓവറോൾ കഴിഞ്ഞ 2 ദിവസങ്ങളായി നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും സൈഡ് വൈസിൽ തന്നെയായിരുന്നു. ലെവലുകൾ നോക്കുകയാണെങ്കിൽ അപ്സൈഡിൽ ആദ്യം ഈ റെസിസ്റ്റന്റ് ട്രെൻഡ് ലൈൻ ക്രോസ് ചെയ്യേണ്ടതുണ്ട്. കൂടാതെ 23,800 അതിനുശേഷം 24,000 പ്രധാനപ്പെട്ട അപ്സൈഡിലെ ലെവലുകൾ തന്നെയാണ്. ഡൗൺ സൈഡിലേക്ക് വന്നാൽ ഇന്നലെ പ്രീ മാർക്കറ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ 23,550 മുതൽ 23,600 വരെയുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ലെവലാവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിരുന്നു. അത്തരത്തിൽ 23,550 മുതൽ 600 വരെയുള്ള സോണിനുള്ളിൽ ടച്ച് ചെയ്തതിന് ശേഷമാണ് നിഫ്റ്റി റിവേഴ്സ് ചെയ്തത്. അതുകൊണ്ട് 23,550 ഡൗൺ സൈഡിൽ ശ്രദ്ധിക്കുക. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 24,500 ആണ്. അതിനുശേഷം 24,000 സ്ട്രൈക്കും അതിനുശേഷം 23,700 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 22,500, അതിനുശേഷം 23,000 സ്ട്രൈക്ക്, അതിനുശേഷം 22,700 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 23,700, സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 22,500. ഇന്ന് RBI മോണിറ്ററി പോളിസി മീറ്റിംഗ് കൂടി ആയതുകൊണ്ട് നല്ല വൊളറ്റാലിറ്റി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ് പരിശോധിക്കുന്നത്. ആദ്യം 23,600 സ്ട്രൈക്കിൽ 133% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ് ആണ്. എന്നാൽ 614% വളരെ ശക്തമായിട്ടുള്ള ഒരു ഷോർട്ട് ബിൽഡപ്പ് ആണ് കോൾ സൈഡിലുള്ളത്. അടുത്ത 23,550 സ്ട്രൈക്കിൽ 173% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ് തന്നെ. 435% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പ് കോൾ സൈഡിലും കാണാം. 23,650 സ്ട്രൈക്കിൽ 15% ഇടിവാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ഒരു ലോങ് അൺവൈൻഡിങ് ആണ് ആ സ്ട്രൈക്കിൽ നടക്കുന്നത്. എന്നാൽ കോൾ സൈഡിൽ 227% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പും കാണാം. ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സിന് തന്നെയാണ് നല്ല ശക്തിയുള്ളതെന്ന് തന്നെയാണ് കാണുന്നത്. അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിലേക്ക്. ചെറിയ പോസിറ്റിവിറ്റിയിലാണ് ബാങ്ക് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. 50,382 39 പോയിന്റ്സ് മാത്രം ഉയർന്നാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ 2 ദിവസമായിട്ട് ചെറിയ മൂവ്മെന്റ് മാത്രമാണ് ബാങ്ക് നിഫ്റ്റിയിലും ഉണ്ടായിരിക്കുന്നത്. കൂടാതെ ഒരു നെഗറ്റീവ് ക്യാൻഡിൽസ് ആണ് കഴിഞ്ഞ 2 ദിവസമായിട്ടും ഫോം ആയിരിക്കുന്നത്. നമ്മൾ പറഞ്ഞ 50,500 എന്ന പ്രധാനപ്പെട്ട ആ ഒരു സപ്പോർട്ടിൽ തന്നെയാണ് കഴിഞ്ഞ 2 ദിവസമായിട്ടും ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 50,189 എന്ന നിലയിലാണ് 50-day EMA ഉള്ളത്. ഈ ലെവലിൽ നിന്നാണ് ഒരു ബൗൺസ് ബാക്ക് ബാങ്ക് നിഫ്റ്റിക്ക് ലഭിച്ചത്. അടുത്തതായി കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 52,000 ആണ്. അതിനുശേഷം 53,000 സ്ട്രൈക്കും അതിനുശേഷം 54,000 സ്ട്രൈക്കുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 49,000, അതിനുശേഷം 47,000 സ്ട്രൈക്ക്, അതിനുശേഷം 48,000 സ്ട്രൈക്കിലുമാണ്. ഈ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 52,000, സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 49,000. ഇന്ത്യ വിക്സിലേക്ക് 14.18 0.66% ഉയർന്നാണ് ഇന്ത്യ വിക്സ് ക്ലോസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞ മറ്റെല്ലാ കാര്യങ്ങളും നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് അത് ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ളതും. ഇനി ഇവിടെ നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ അനലൈസ് ചെയ്തത് OI പൾസ് എന്ന സൈറ്റ് വഴിയാണ്. പ്രത്യേകിച്ച് ഓപ്ഷൻസിലൊക്കെ ട്രേഡ് എടുക്കുന്നവർ ഇത്തരത്തിലുള്ള ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ അനലൈസ് ചെയ്തതിന് ശേഷമൊക്കെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ഒരുപാട് നല്ല നല്ല സൈറ്റുകളുണ്ട്. അത്തരത്തിൽ നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് OI പൾസ് എന്ന സൈറ്റാണ്. അപ്പോൾ ആർക്കെങ്കിലും അതിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ അതിന്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. ഒരിക്കലും ഇത് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ലിങ്ക് വഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി ആർക്കെങ്കിലും ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിലും അതിന്റെ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.